നമസ്കാരം. ഒരുപാട് പേർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്കാൽപ്പ് സോറിയാസിസും സെബോറിക് ഡെർമറ്റൈറ്റിസും. ഇത് രണ്ടും സ്കാൽപ്പിൽ പ്രസന്റ് ചെയ്യുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്കാൽപ്പ് സോറിയാസിസ് ആണോ അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണോ എന്ന് തമ്മിലൊരു കൺഫ്യൂഷൻ പേഷ്യൻസിനിടയിൽ ഉണ്ടാവാറുണ്ട്. ഒരു ഡോക്ടറെ കാണുന്നതിന് മുന്നേ അതുമൂലം ഒരുപാട് പേടിച്ച് ടെൻഷനായി ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പേഷ്യൻസുമുണ്ട്. അപ്പോൾ അവർക്കറിയാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ അപ്പിയറൻസ് തന്നെയാണ്. സ്കാൽപ്പ് സോറിയാസിസ് ആണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ സ്കെയിലി വൈറ്റ്, അതായത് വെളുത്ത് പൊടി പോലെ നല്ല കട്ടിയായിട്ട് ഉണ്ടാവും. അതൊരു സ്ഥലത്ത് തന്നെ ഉണ്ടാവത്തുള്ളൂ, സ്കാൽപ്പിൽ മാത്രമായിട്ടേ കാണത്തുള്ളൂ. അത് ബാക്കി നമ്മളുടെ പിരികത്തിലോട്ടോ അല്ലെങ്കിൽ ചെവിയുടെ പിറകിലേക്കോ മുഖത്തോട്ടോ നെഞ്ചിലേക്കോ ഒന്നും അത് സ്പ്രെഡ് ആവില്ല. സ്കാൽപ്പിൽ തന്നെ ലോക്കലൈസ്ഡ് ആയിരിക്കും. സ്കാൽപ്പ് സോറിയാസിസ് എന്ന് പറയുന്നത് സ്കെയിലി ആയിട്ടുള്ള സിൽവറി കളറിലുള്ളതായിരിക്കും സ്കാൽപ്പ് സോറിയാസിസ്. ഇനി സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണെങ്കിലോ അത് കുറച്ച് യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഗ്രീസി അപ്പിയറൻസ് ആയിട്ടായിരിക്കും നമ്മുടെ സ്കാൽപ്പിൽ പ്രസൻറ്റ് ചെയ്യുക. അത് മുന്നിലേക്ക്, അതായത് ഈ നെറ്റിയിലേക്കും പിരികത്തിലേക്കും ചെവിയിലേക്കും കഴുത്തിലേക്കും ഒക്കെ അതൊന്ന് ഒരു സ്പ്രെഡിങ് ടെൻഡൻസി കാണിക്കാറുണ്ട്, സ്പ്രെഡ് ചെയ്യാറുണ്ട്. മുഖത്തിൻ്റെ ഈ ഭാഗത്തും ഒക്കെ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പിയറൻസ് തന്നെയാണ്. സ്കാൽപ്പ് സോറിയാസിസ് ആണെങ്കിൽ സിൽവറി ആയിട്ടുള്ള ഫ്ലേക്സ് ആയിരിക്കും ഉണ്ടാവുക. സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണെങ്കിൽ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഗ്രീസി ആയിട്ടുള്ള ഒട്ടിപ്പിടിച്ചിട്ടുള്ള കുറച്ച് എണ്ണമിഴക്കുള്ള ഒരു ഫ്ലേക്സ് ആയിരിക്കും അതിൽ കാണപ്പെടുക.